ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ബ്രസീൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയത്. ബ്രൂണോ ഗൊയ്മറസ്, എൻറിക്ക് എന്നിവരാണ് ഗോളുകൾ നേടിയത്. റാഫീഞ്ഞ ഒരു അസിസ്റ്റ് സ്വന്തമാക്കി. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ആശങ്ക നൽകിയ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ബ്രസീലിന്റെ സൂപ്പർ താരമായ വെസ്ലിക്ക് പരിക്കേറ്റിട്ടുണ്ട്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 17ാമത്തെ മിനിറ്റിലാണ് വെസ്ലിക്ക് പരിക്കേറ്റത്. തുടർന്ന് അദ്ദേഹത്തിന് കളിക്കളം വിടേണ്ടി വന്നു. അദ്ദേഹം തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെട്ടത്. ഗ്രോയിൻ ഇഞ്ചുറിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ ഒരൽപ്പം ഗുരുതരമാണ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം കരഞ്ഞുകൊണ്ടാണ് വെസ്ലി കളിക്കളം വിട്ടത്. പ്രത്യേകിച്ച് ബെഞ്ചിൽ എത്തിയതിനു ശേഷം അദ്ദേഹം കരയുകയായിരുന്നു. എന്നിട്ട് എല്ലാ ബ്രസീലിയൻ താരങ്ങളും അദ്ദേഹത്തെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് ഒരിക്കലും ആശാവഹമായ ഒരു കാഴ്ചയല്ല. കാരണം വെസ്ലിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് തൻ്റെ പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കരഞ്ഞിട്ടുള്ളത്. ഗ്രോയിൻ ഇഞ്ചുറിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പരിക്കിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും റൈറ്റ് ബാക്ക് പൊസിഷനിലെ കാർലോ ആഞ്ചലോട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് വെസ്ലി. ഇനി അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പകരം ഉപയോഗപ്പെടുത്തേണ്ട താരം ഡാനിലോയാണ്. ഡാനിലോക്ക് നമുക്കറിയാം പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ള ഒരു താരമാണ് ഡാനിലോ. ഏതായാലും വെസ്ലിയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഇനി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.